രാത്രിയുടെ നിശബ്ദതയിൽ ഒരു പഴയ ലൈബ്രറിയുടെ ഉള്ളിൽ നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പുസ്തകം നിശ്ചലമായി കിടക്കുന്നു. പക്ഷേ അവയിൽ ഒരു പുസ്തകം ഇന്നും ലോകത്തിന് വെല്ലുവിളിയായി നിലനിൽക്കുന്നു. അതൊരു സാധാരണ പുസ്തകമല്ല, അതൊരു രഹസ്യ ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകമാകുന്നു. നൂറുകണക്കിന് വർഷങ്ങളായി ശാസ്ത്രജ്ഞന്മാരും ചരിത്രകാരന്മാരും ഇത് വായിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇന്ന് വരെ ആർക്കും അതിൻ്റെ അർത്ഥം കണ്ടെത്താനായിട്ടില്ല. ഈ പുസ്തകമാണ് വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റ്. ആയിരത്തി 1912 ഒരു പുസ്തക വ്യാപാരി ഒരു പഴയ ലൈബ്രറിയിൽ ചില പുരാതന പുസ്തകങ്ങൾ പരിശോധിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് വിൽഫ്രഡ് വോയ്നിച്ച്. അയാൾ ഇറ്റലിയിലെ വില്ല മോൺട്രാഗ് എന്ന സ്ഥലത്താണ് ജീവിച്ചിരുന്നത്. അയാൾ ഒരു പഴയ പുസ്തകം കണ്ടെത്തി. ആ പുസ്തകം തുറന്നപ്പോൾ അയാൾ കണ്ട കാഴ്ച വളരെ വിചിത്രമായിരുന്നു. അത് എഴുതപ്പെട്ടിരിക്കുന്നത് ഒരു അപരിചിതമായ ഭാഷയിൽ ആയിരുന്നു. ഇത് ഇന്ന് വരെ മനുഷ്യർ കണ്ടെത്തിയിട്ടില്ലാത്ത അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ച് എഴുതപ്പെട്ടവയായിരുന്നു. അപ്പോൾ തന്നെ ആ പുസ്തകം ചരിത്രത്തിൽ വലിയ രഹസ്യമായി മാറി. സയന്റിസ്റ്റുകൾ പിന്നീട് ഈ പുസ്തകത്തെ പരിശോധിച്ചു. കാർബൺ ഡേറ്റിംഗ് പരിശോധന നടത്തി. അതുപ്രകാരം ഈ പുസ്തകം എഴുതിയത് 1400-കളിൽ ആയിരിക്കാം. ഇത് ഏകദേശം 600 വർഷത്തിന് മേൽ പഴക്കമുള്ളത് ആയിരിക്കാം. ഇന്ന് ഈ പുസ്തകം സൂക്ഷിച്ചിരിക്കുന്നത് യാൽ യൂണിവേഴ്സിറ്റിയിൽ ആണ്. ബിനിക് റെയർ ബുക്ക് ആൻഡ് മാനുസ്ക്രിപ്റ്റ് ലൈബ്രറി എന്ന ലൈബ്രറിയിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ പുസ്തകം തുറന്നാൽ വിചിത്രമായ ചിത്രങ്ങൾ കാണാം. അപരിചിതമായ സസ്യങ്ങൾ, അറിയാത്ത നക്ഷത്ര രൂപങ്ങൾ, വിചിത്രമായ മനുഷ്യ ചിത്രങ്ങൾ എന്നിങ്ങനെ നീളുന്നു അവയിൽ പലതും ഭൂമിയിലെ ഏതെങ്കിലും സസ്യങ്ങളോട് പൂർണ്ണമായും പൊരുത്തപ്പെടുന്നതും ഇല്ല. മറ്റു ചില പേജുകളിൽ ജ്യോതിശാസ്ത്ര ചാർട്ടുകൾ, അങ്ങനെ തോന്നിപ്പിക്കുന്ന ചിത്രങ്ങൾ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ എന്നിവയെല്ലാം കാണാൻ സാധിക്കുന്നു. ഇതൊരു പുരാതന ശാസ്ത്ര പുസ്തകം ആണ്. വോയ്നിച്ച് പുസ്തകത്തിൽ ഏറ്റവും വലിയ രഹസ്യം അത് എഴുതിയ ഭാഷ തന്നെ ആണ്. ഈ ഭാഷയെ ഇന്ന് വരെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. ക്രിപ്റ്റോഗ്രാഫർമാർ, ഭാഷാ വിദഗ്ധർ, AI എന്നിവയെല്ലാം ഇത് പഠനവിധേയം ആക്കി. പക്ഷെ ഇന്ന് വരെ ആർക്കും ഇത് പൂർണ്ണമായും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിലർ പറയുന്നത് ഇതൊരു സങ്കീർണ കോഡ് ഭാഷ ആണെന്നാണ്. മറ്റു ചിലർ പറയുന്നത് ഇതൊരു നഷ്ടപ്പെട്ട പുരാതന ഭാഷ ആകാമെന്ന് ആകുന്നു. വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റ് എന്താണെന്നതിനെ കുറിച്ച് 3 സിദ്ധാന്തങ്ങൾ പറയുന്നു. അതിലൊന്ന് രഹസ്യ ശാസ്ത്ര ഗ്രന്ഥം എന്നാണ്. ഇതൊരു തരം പുരാതന മെഡിക്കൽ അല്ലെങ്കിൽ സസ്യശാസ്ത്ര പുസ്തകമാകാം എന്നാകുന്നു. രണ്ടാമതായി രഹസ്യ കോഡ്. ചിലർ പറയുന്നത് ഇതൊരു രഹസ്യ സന്ദേശം ആയിരിക്കാം. രാജാക്കന്മാരുടെ അല്ലെങ്കിൽ രഹസ്യ സമൂഹങ്ങളുടെ സന്ദേശമാകാം എന്നാകുന്നു. മൂന്നാമതായുള്ള തിയറി ഇത് വെറുമൊരു തട്ടിപ്പാണ് എന്നാണ്. ചില ചരിത്രകാരന്മാർ പറയുന്നത് ഇതൊരു മഹത്തായ കബളിപ്പിക്കൽ ആയിരിക്കാം എന്നാണ്. ആരും മനസ്സിലാക്കാത്ത ഭാഷയിൽ ഒരു പുസ്തകം നിർമ്മിച്ച് വിൽക്കാൻ ശ്രമിച്ചതാകാം എന്നുമാണ്. ഇന്നും ലോകമെമ്പാടുമുള്ള ഗവേഷകർ ഈ പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുന്നു. AI സാങ്കേതിക വിദ്യയും മെഷീൻ ലേണിംഗ് സംവിധാനങ്ങളും ഇപ്പോഴും ഉപയോഗിക്കുന്നു. പക്ഷേ ഇന്നും പുസ്തകത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ആരും കണ്ടെത്തിയിട്ടില്ല. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു അജ്ഞാത വ്യക്തി ഒരു രഹസ്യ ഭാഷ നിർമ്മിച്ചു. അങ്ങനെ ഈ പുസ്തകം എഴുതി. അവൻ എന്തിനാണിത് ചെയ്തത്? അതൊരു നഷ്ടപ്പെട്ട അറിവിൻ്റെ ഗ്രന്ഥമാണോ? അല്ലെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ കബളിപ്പിക്കൽ ആണോ? ലോകം ഇന്നും ഉത്തരത്തിനായി കാത്തിരിക്കുന്നു. ആ പുസ്തകത്തെക്കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക.